തകർക്കപ്പെടലുകൾ, പിടിച്ചടക്കലുകൾ, വെട്ടിപ്പിടിക്കൽ, നേടിയെടുക്കലുകൾ, ഇതൊരു ചരിത്രമാണ്. പക്ഷേ ഏത് ചരിത്രത്തിനും ഏത് തകർക്കപ്പെടലുകൾക്കും നശിപ്പിച്ച് കളയുവാനാകാത്ത ചില സത്യങ്ങളുണ്ട്. അത്തരം ചില സത്യങ്ങൾ കാശി സൂക്ഷിക്കുന്നുണ്ട്. അതിലൊന്നാണ് ബിന്ദു മാധവ ക്ഷേത്രം. അഞ്ച് നദികൾ സംഗമിച്ച പഞ്ചഗംഗാ ഘാട്ട്. കാശിയിലെ പഞ്ചഗംഗാ ഘാട്ടിൽ നിന്ന് ഒരു കുത്തനെയുള്ള കയറ്റം, ഒരല്പം ക്ലേശകരമായ ഒരു കയറ്റം കയറിയാൽ നമുക്ക് എത്തുവാനാകുന്ന ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പുരാതനമായ കവാടങ്ങളും വാതിലുകളും അതിനെല്ലാം അടക്കി ശിവലിംഗവും ആ ശിവലിംഗത്തെ ചുറ്റിക്കിടക്കുന്ന കുഞ്ഞു നായ്ക്കുട്ടികളും ഈ മന്ദിരത്തിന്റെ മുകളിൽ കൂടുകൂട്ടി സ്വസ്ഥമായി പാർക്കുന്ന കിളികളെയും ഒക്കെ കാണാം. പശുപതി, എല്ലാ മനുഷ്യരെയും മൃഗങ്ങളെയും സംരക്ഷിക്കുന്ന മഹാദേവനും മഹാവിഷ്ണുവും ചൈതന്യ സ്വരൂപമായി വാഴുന്ന ദേശമാണ് കാശി. അതിനെ വ്യക്തമാക്കുന്ന ചില സങ്കല്പങ്ങളാണ് ഇനി നമ്മൾ കാണാം. ബിന്ദുമാധവൻ. പഞ്ചമാധവ തത്വങ്ങളിൽ 3-ാം സ്ഥാനത്താണ് ബിന്ദുമാധവൻ ഉള്ളത്. വേണിമാധവൻ, വടമാധവൻ, ബിന്ദുമാധവൻ, ശ്വേതമാധവൻ, സുന്ദരമാധവൻ എന്നിങ്ങനെ 5 മാധവ സങ്കല്പങ്ങളാണ്. അതിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ബിന്ദുമാധവൻ കാശിയുടെ അധിപനായി, അല്ലെങ്കിൽ കാശിയുടെ അധികാരം ഉണ്ടായിരുന്നത് ബിന്ദുമാധവനാണ്. ബിന്ദുമാധവന്റെ ആനന്ദ സ്വരൂപത്തെ നമ്മളിവിടെ കാണാണ്. കണ്ണുനീരുകൾ, അതായത് മഹാദേവന്റെയും ശ്രീപാർവതിയുടെയും വിവാഹം കഴിഞ്ഞ് അവരൊരുമിച്ച് വരുന്നത് കണ്ട ആനന്ദത്താൽ കണ്ണുനീർ പൊഴിച്ച്, ആനന്ദക്കണ്ണീർ പൊഴിച്ച് ആ കണ്ണുനീർ തുള്ളികൾ ഇരു കവളുകളിലുമായി നിൽക്കുന്ന മൂർത്തിയാണ് ബിന്ദുമാധവൻ. ഇവിടുത്തെ വിഗ്രഹവും അങ്ങനെ തന്നെ നമുക്ക് കാണാം. ബിന്ദുമാധവൻ എന്ന ഈ സാന്നിധ്യം അഗ്നിബിന്ദു മഹർഷി ആരാധിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നാമം വന്നത് എന്നതും ഒരു ഐതിഹ്യമാണ്. ആടയാഭരണങ്ങളോടുകൂടി സർവാഭരണ വിഭൂഷിതനായി ദണ്ഡും കയ്യിലേന്തി നിൽക്കുകയാണ് ബിന്ദുമാധവൻ. കവിളിൽ 2 തെച്ചിപ്പൂക്കളാണോ വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. നോക്കിയാൽ അടുത്തു നോക്കുമ്പോഴാണ് അത് അലങ്കാരമാണ് എന്ന് മനസ്സിലാകുന്നത്. എന്തായിരിക്കും ബിന്ദുമാധവ സങ്കല്പം? ശിവശക്തി സംഗമം എന്ന് പറയുന്നത് മുകളിലേക്കും താഴേക്കുമുള്ള ത്രികോണങ്ങളുടെ സംഗമം കൂടിയാണ്. കാരണം മുകളിലേക്ക് മുഖമുള്ള ത്രികോണത്തെ ശിവൻ എന്നും താഴേക്ക് മുഖമുള്ള ത്രികോണത്തെ ശക്തി എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ആ ശിവശക്തി സംയോഗത്തിലാണ് നടുക്ക് മധ്യത്തിൽ ബിന്ദു ഉണ്ടായി വരുന്നത്. ആ ബിന്ദു അല്ലേ ഈ ബിന്ദുമാധവൻ? അപ്പോൾ അതുകൊണ്ടല്ലേ ഇവിടെ ആനന്ദത്താൽ, അതായത് ശിവശക്തിമാർ ഒരുമിച്ച് വരുന്നത് കണ്ടുള്ള ആനന്ദത്തോടു കൂടി കണ്ണീർ പൊഴിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നതും ശ്രീചക്രത്തിന് മധ്യത്തിലെ ബിന്ദു സ്വരൂപനായി നിൽക്കുന്ന ആനന്ദത്തെ അല്ലേ, ഒരാൾ തൻ്റെ ഭക്തിയിലൂടെ മനസ്സിലാക്കുന്ന ആ പ്രത്യേകമായ ഭാവങ്ങളെ അല്ലേ ബിന്ദുമാധവൻ പറഞ്ഞു തരുന്നത്? നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം നിറഞ്ഞ ആനന്ദത്തോടു കൂടി, നിറഞ്ഞ ഒരു ആഹ്ലാദത്തോടു കൂടി തന്നെയാണ് ബിന്ദുമാധവൻ നിൽക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ബിന്ദുമാധവ ക്ഷേത്രത്തിന്റെ മഹന്തായ ആചാര്യ മുരളീധര പട്വർദ്ധനാണ്. അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചു നമുക്ക് ബിന്ദുമാധവ ക്ഷേത്രത്തിന്റെ സവിശേഷത മനസ്സിലാക്കാം. ये बिंदुमाधव इत्याख्या समत्रैलोक्य विषयतः काश्याम भविष्यति मुने महापापो गगातिनि। अग्निबिंदु ऋषि ने गंडकी नदी नेपाल मुक्तिधाम में तपस्या करके ये विग्रह को प्राप्त किया। संपूर्ण शालिग्राम विग्रह, शंख चक्र गदा पद्म महालक्ष्मी सनक सनंदन सनत कुमार, साइड में जय विजय, बीच में प्रद्युम्न विष्णुपुत्र, इधर में ला करके आनंदवन, फर्स्ट नेम भी आनंदवन, इधर में ला करके स्थापना किया। इसलिए अग्निबिंदु का बिंदु माधव, विष्णु का नाम इसलिए बिंदु माधव के नाम से हुआ। ये काशी में बिंदु माधव, प्रयाग वेणी माधव, रामेश्वर सेतु माधव, पिठापुर आंध्रा में कुंती माधव, श्रीरंगम मंदिर में सुंदर माधव, ऐसा पंचमाधव स्थापना पूरा भारत में। काशी में बिंदु माधव क्षेत्रपाल देवता, इधर नीचे में पंचगंगा, गंगा यमुना सरस्वती किरणा धूतबापा, ये पंचनद तीर्थ, पंचगंगा घाट। ये काशी में टोटल 80 घाट्स, उसको पंचतीर्थी बोलते हैं। 80 घाट, केदार घाट, दशाश्वमेध, मणिकर्णिका, पंचगंगा, लास्ट आदिकेशव, उसमें वरुणा नदी मिली। इधर 80 में 80 नदी मिली, 80 वर्ण और मध्य इसका नाम वाराणसी, पूर्व नाम आनंदवन, महाभारत काल काशी, मुगल काल बनारस, 4 नेम्स वाराणसी। ये बिंदु माधव, काल भैरव, काशी विश्वेश्वर, 3 मुख्य देव, विश्वेशम माधवम धुंडिम दंडपाणि भैरवम, वंदे काशी, गुहा गंगा, भवानी, मणिकर्णिका, संपूर्ण काशी यात्रा। ये बिंदु माधव क्षेत्रपाल, काल भैरव क्षेत्र रक्षक, काशी विश्वनाथ मोक्षदायक। ये पूर्व में ये मंदिर साइड में था, उसको आलमगीर मस्जिद कहते हैं। उसको 1669 में औरंगजेब ने उस मंदिर को पूरा तोड़ दिया। उसके बाद छत्रपति शिवाजी महाराज महाराष्ट्र के, उन्होंने इस मंदिर को
1672 में इसको मंदिर को बनाया। हमारा परिवार पटवर्धन परिवार शिवाजी के साथ डिवोटी था उस काल में। हमारे परिवार को इस मंदिर को देखने के लिए इधर में बुलाया, इसलिए तब से हमारा परिवार इधर में है। കാശി ക്ഷേത്ര ദർശനത്തിൽ ബിന്ദുമാധവ ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. ബിന്ദുമാധവൻ ഇവിടെ ആനന്ദ സ്വരൂപത്തിലാണ് ഇരിക്കുന്നത്. നമുക്കറിയാം നമ്മളുടെ എല്ലാവരുടെയും ആനന്ദത്തിന്റെ മൂർത്തിമത് ഭാവമാണ് മഹാവിഷ്ണു അഥവാ ശ്രീകൃഷ്ണൻ. ആ ആനന്ദത്തോടു കൂടി നിന്നിരുന്ന പ്രദേശം ആനന്ദവനം. അദ്ദേഹം പറഞ്ഞത് വൈകുണ്ഠ ഏകാദശിയുടെ അന്നാണ് ഭഗവാൻ ഈ പ്രദേശം മഹാദേവന് നൽകിയത്. അതിനോടൊപ്പം മറ്റൊരു ഉത്തരവാദിത്വം കൂടി നൽകി, ആനന്ദത്തോടു കൂടി ഇരിക്കുന്നതിനോടൊപ്പം തന്നെ മോക്ഷത്തെക്കുറിച്ചുള്ള ജ്ഞാനം അവർക്ക് നൽകുക കൂടി വേണമെന്ന്. അതുകൊണ്ടാണ് മണികർണിക ഘാട്ടിൽ മഹാശ്മശാനത്തിൽ മഹാദേവൻ ഈ സ്വരൂപത്തിൽ നിലകൊള്ളുന്നത് എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ പ്രഥമ ക്ഷേത്രമായി, കാശിയിലെ പ്രഥമ ക്ഷേത്രമായിട്ടാണ് കരുതുന്നത്. 1660 കാലഘട്ടങ്ങളിൽ ഔറംഗസീബാണ് ഈ ക്ഷേത്രം നശിപ്പിച്ചത്. അത് കഴിഞ്ഞ് ആ വലിയ കാലതാമസമില്ലാതെ തന്നെ ഛത്രപതി ശിവജി ഈ ക്ഷേത്രം പുതുക്കിപ്പണിതു. ആ പുതുക്കിപ്പണിത് കാണുന്നതാണ് ഇന്ന് നമുക്ക് കാണുന്ന ഈ ഒരു ചെറിയ മന്ദിരത്തിനകത്തെ ക്ഷേത്രം. അങ്ങനെ അഗ്നിബിന്ദു മഹർഷി ആരാധിച്ചു എന്നുള്ളതിൻ്റെ ചരിത്രത്തിനൊപ്പം തന്നെ നമുക്ക് ബിന്ദു മാധവൻ എന്നുള്ള സങ്കല്പത്തെ ആനന്ദ ബിന്ദു മാധവൻ എന്നുകൂടി വിശേഷിപ്പിക്കാം. ബിന്ദു മാധവ ക്ഷേത്രത്തിൽ മാധവൻ മാത്രമല്ല മഹാദേവനുമുണ്ട്. വിശേഷമായ ത്രയംബകേശ്വര ശിവലിംഗവും അതുകൂടാതെ സഹസ്ര ശിവലിംഗങ്ങൾ, 1000 ശിവലിംഗങ്ങളും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. കാശിയിലും വൃന്ദാവനത്തിലും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ എവിടെയുണ്ടോ അവിടെയൊക്കെ മഹാദേവനുണ്ട്, ഭഗവാൻ മഹാദേവൻ എവിടെയുണ്ടോ അവിടെയൊക്കെ കൃഷ്ണനുമുണ്ട്. Mochita's Moksha, Journey to the Self.